Hello everyone, welcome back to my channel. അപ്പോൾ ഇന്ന് ഞാനൊരു വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്ന് 30th of December ആണ്. ഇന്ന് സൺഡേ അല്ലേ? അതെ, സൺഡേ ആണ്. അപ്പോൾ ഇന്ന് വ്ളോഗ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് എൻ്റെ ഫാദർ ഇൻ ലോയുടെ, അതായത് എൻ്റെ ഹസ്ബൻഡിന്റെ പപ്പയുടെ 70th ബർത്ത്ഡേ ആണ്. അപ്പോൾ അതിന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഉണ്ട് വൈകുന്നേരം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊന്ന് വ്ളോഗ് ചെയ്താൽ എന്താ കുഴപ്പം എന്ന് വിചാരിച്ചിട്ട് ഇന്ന് വ്ളോഗ് ചെയ്യാൻ വിചാരിക്കുകയാണ്. ഇപ്പം ആക്ച്വലി ഞാൻ എൻ്റെ വീട്ടിലാണ്. എൻ്റെ വീട് ഗുരുവായൂരാണ്. കുറെ പേർക്കെങ്കിലും അറിയായിരിക്കും. അപ്പോൾ ഞാൻ ഇപ്പോൾ ഗുരുവായൂരാണ്. ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഹസ്ബൻഡിന്റെ വീട്ടിൽ പോവും. ഹസ്ബൻഡ് വന്ന് പിക്ക് ചെയ്യണം. ഹസ്ബൻഡ് ഇപ്പോൾ ആലുവയിലാണ്. അപ്പോൾ അവിടെ നിന്ന് വന്നിട്ട് പിക്ക് ചെയ്തിട്ട് വേണം പോവാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കട്ട വെയിറ്റിംഗ് ആണ്. പിന്നെ ഇപ്പോൾ ഞാൻ കുറച്ച് സമയത്തിനുള്ളിൽ പള്ളി പോവും. പള്ളി പോയിട്ടില്ല, ഇന്ന് സൺഡേ അല്ലേ, പള്ളി പോകണം. അപ്പോൾ പള്ളി പോകാനായിട്ട് രാവിലെ അമ്മ കുറെ വിളിച്ചു. പക്ഷേ ഞാനിങ്ങനെ മടി കാരണം കുറെ കിടന്നുറങ്ങി. എന്നിട്ട് ഇപ്പോൾ 10 മണിക്ക് രണ്ടാമത്തെ കുർബാനയുണ്ട്. ഞായറാഴ്ച 2 കുർബാന ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ രണ്ടാമത്തെ കുർബാനയ്ക്ക് പോകാമെന്ന് പറഞ്ഞിങ്ങനെ മടി പിടിച്ചെടുക്കുകയായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ പോകണം, 10 മണി ആവാറായി. നീ വേഗം ഡ്രസ്സ് ചെയ്തിട്ട് പോകണം. കുറെ കാലമായി ഞാൻ എൻ്റെ നാട്ടിലെ പള്ളിയിൽ പോയിട്ട്. ഹലോ. അപ്പോൾ അത് പോകണം. പിന്നെന്താ, ഇവിടെ നല്ല കാറ്റും ഒക്കെ ഉണ്ട് കേട്ടോ. ഒരു ഡിസംബർ ആയിട്ടുള്ള പ്രതീതിയൊക്കെ ഉണ്ട്. ആലുവയിൽ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ എങ്ങനെ ഞാൻ വരണ വരെ ഇപ്പൊ ഞാനൊരു 1 വീക്കായിട്ട് ക്രിസ്മസിന് നാട്ടിൽ വന്നതാണ്. ഇതുവരെ തിരിച്ചു പോയിട്ടില്ല. ഇനിയിപ്പം ഇന്നോ അല്ലെങ്കിൽ ഇപ്പൊ ന്യൂ ഇയറിന് ഹസ്ബൻഡിന്റെ വീട്ടിലെ പള്ളി പെരുന്നാളുണ്ട്. ഒന്നെങ്കിൽ അത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഇന്ന് രാത്രി തന്നെ പോകും. അതാണ് പ്ലാൻ. അപ്പോൾ ഹസ്ബൻഡ് എത്തിയിട്ട് വേണം ബാക്കി കാര്യങ്ങളെ തീരുമാനിക്കാൻ. അപ്പൊ അതിന്റെ ഒരു ഇതിരിക്കുകയാണ്. ഇവിടെ നല്ല രസമുണ്ട് ശരിക്കും നാട്ടില്. അതായത് കാറ്റും ഒക്കെ ഉണ്ട്. നല്ല കാറ്റ്, നല്ല കാറ്റൊക്കെ ഉണ്ട്. നല്ല രസമുണ്ട്. ഒരു ക്രിസ്മസ് അന്ന് ടൂട്ടസ് കാണിച്ചു കൊടുക്കുക. ഹായ്, സൂപ്പറായിട്ടില്ലേ? അപ്പോ പിന്നെന്താ പറയാനുള്ളത്? അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ എന്താണ്, ഇവിടെ റോഡ് പണി നടക്കുന്നുണ്ട്. അതാ JCB വന്നിട്ട്, JCB ആണ് ട്രാക്ടറാണോ? JCBയുടെ സൗണ്ടാണ്. റോഡ് പണി ഈ വീട്ടിലേക്ക് കയറേണ്ട ഇതിന്റെ അവിടത്തേക്ക് സ്ലാബൊക്കെ പൊളിച്ചിട്ടേക്കാണ്. അപ്പൊ കാറും സ്കൂട്ടറും ഒന്നും ഇപ്പൊ ഗേറ്റിൽ കൂടെ കിടക്കാൻ പറ്റില്ല. ഗേറ്റിന്റെ അടിയിലത്തെ സ്ലാബ് പൊളിച്ചിട്ടേക്കാ റോഡ് പണിയാന്ന് പറഞ്ഞിട്ട്. കനാല് കെട്ടാൻ പറ്റി പറഞ്ഞു. അപ്പൊ അതൊരു പണിയാണ്. ഹലോ, ഗുഡ് മോർണിംഗ്. മതി സൂപ്പറായിട്ട്. അപ്പൊ പള്ളി പോകണം. അത് കഴിഞ്ഞിട്ട് അവിടെ ചെന്നിട്ട് ഞാൻ മറ്റേ ബർത്ത്ഡേയുടെ സെലിബ്രേഷന്റെ വ്ളോഗൊക്കെ എടുക്കാം കേട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും മാച്ചിങ് ആയിട്ടുള്ള ഔട്ട്ഫിറ്റ്സ് ആണ്. ബ്ലൂവും ഒരു എന്താ പറയാ പിസ്ത ഗ്രീനാണ് കോമ്പിനേഷൻ. എല്ലാവർക്കും ഒരുപോലത്തെ സാരിയാണ്. എന്റെ മദറിൻലോ സിസ്റ്ററിൻലോസിനൊക്കെ ഒരുപോലത്തെ സാരി, എനിക്കും അതുപോലത്തെ ഒരു സാരി കിട്ടിയിട്ടുണ്ട്. അതുപോലെ പിന്നെ ഇവർക്ക് പിന്നെ ആ കോമ്പിനേഷൻ ഓൾറെഡി ഡ്രസ് ഉണ്ട്. അപ്പൊ അങ്ങനെ എല്ലാവരും ബ്ലൂ ആൻഡ് പിസ്ത ഗ്രീൻ കോമ്പിനേഷനിലാണ് ലൈറ്റിംഗ് അറേഞ്ച്മെന്റും ബലൂൺസും ഒക്കെ എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഞാൻ ബാക്കിയുള്ള അത് റെഡി ചെയ്യാം. അപ്പൊ ഓക്കെ, അപ്പൊ ഞാൻ പള്ളി പോകാനായിട്ട് റെഡി ആകട്ടെ. പള്ളി പോകാൻ ഒത്തിരി ഞാൻ കളിക്കേണ്ട ആവശ്യമുണ്ട്. ചുമ്മാ കാണിച്ചു. ഓക്കെ, വരൂല, നമുക്ക് പള്ളി പോവാം. പിന്നെ പള്ളിക്ക് പള്ളി പോവാം. ബൈ. വരൂ. ബൈ. കണ്ടില്ല, കറക്റ്റായിട്ട് 2 പിമ്പിൾസ് വന്നിട്ടുണ്ട്. ഇന്ന് പരിപാടികളുണ്ടാകും. ഇനി അതിനൊക്കെ ഹൈഡ് ചെയ്തിട്ട് വേണം അതിനകത്ത് നിൽക്കട്ടെ. എന്തോരം സക്സസ് ആവും അറിഞ്ഞൂടാ. എന്നാ വീട്ടിൽ തന്നെയാ പരിപാടി. ഭയങ്കര ഹെവി ആയിട്ട് മേക്കപ്പ് ഇടാനും പറ്റില്ല. നാട്ടുകാരൊക്കെ കളിയാക്കില്ലേ. അതൊക്കെ അറിയാൻ പറ്റിയിട്ട് ചെയ്തിട്ട് വേണം ഒരു മേക്കപ്പ്. അപ്പൊ പള്ളി പോവാണ്. ഒരു മേക്കപ്പും ചെയ്തിട്ടില്ല കേട്ടോ. ഇതാണ് ഡ്രസ്സ്, ഒരു പേസ്റ്റൽ കളറിലുള്ള ഒരു ഒന്നും ചെയ്തിട്ടില്ല. പള്ളി പോകുമ്പോൾ നോർമലി പോകുമ്പോഴൊന്നല്ല, നോർമലി പുറത്തു പോകുമ്പോഴൊന്നും ഞാൻ അങ്ങനെ മേക്കപ്പ് ചെയ്യാറില്ല എക്സെപ്റ്റ് ഫംഗ്ഷൻസ്. ഇത് പള്ളിയും കൂടി ആയതുകൊണ്ട് ഞാൻ ഒട്ടും മേക്കപ്പ് ചെയ്തിട്ടില്ല. പക്ഷെ ഇപ്പൊ തോന്നുന്നു ചെയ്യായിരുന്നു എന്തെങ്കിലുമൊക്കെ. ഭയങ്കര വിയേർഡായിട്ട് തോന്നും ഇതിലാണ്. പക്ഷെ പള്ളിയിലെങ്ങാനും മേക്കപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അമ്മടേക്ക് എനിക്ക് കേൾക്കും, നീ പള്ളിയിലേക്കല്ലേ പോണേ എന്ന് ചോദിക്കും. അപ്പൊ അതുകൊണ്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. നല്ല കൂതറ ലുക്കായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ പള്ളി പോട്ടെ കേട്ടോ. ബൈ. ഞങ്ങളിപ്പോ എത്തി. ഇനി ഞങ്ങള് പരിപാടിക്ക് വേണ്ടിട്ട് ഡ്രസ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഓക്കെ, ഡ്രസ് ചെയ്യാൻ വാശി ഉച്ചടങ്ങിണ്ടേ. വാശി പിടിക്കണ തരാം. അപ്പൊ ഓക്കെ, ഡ്രസ്സിങ് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ.
என்னதோ ஏதானதோ இல்லாம போச்சே தூக்கமும் அனே உன்னை காணாமல் நான் இல்லை. വാ ചിച്ചേ 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 സുന്ദരി ആവില്ല കേട്ടാ ചിരിക്കേ. വരൂ. ആരുമില്ലല്ലോ ഇതിനകത്ത്. വെൽക്കം ഹോം. ഇടക്കുള്ളതെന്ന് തോന്നുന്നു. ഹലോ. പക്ഷെ ചെറുതാ ശിശുവാ.